കേരളത്തിൽ ഈ ഫെയർനെസ് തന്നെയാണ് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോഴും കാണുന്നത്. Way you take care of yourself, the way you present yourself, the way you do your makeup, the way you dress, everything അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അതെ, കളറിന്റെ പ്രെജുഡിസ് ഭയങ്കര നോർമലൈസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് ആ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബി ഹിയർ. എപ്പോഴെങ്കിലും ഈ ക്യാമറയുടെ മുമ്പിൽ സ്കിൻ ടോൺ മാറ്റണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? ഏതൊക്കെയോ എനിക്കറിയാത്ത സ്ട്രേഞ്ചേഴ്സ് വന്ന് കമന്റ് ഇടും, ഓ സോ ബ്യൂട്ടിഫുൾ, നല്ല കണ്ണ്, വാട്ട് ലൈക്ക് വെരി ഗുഡ് ഫീച്ചേഴ്സ്. ആൻഡ് ഈ സ്കിൻ ടോൺ ഉള്ള വ്യക്തികൾ പെർഫോം ചെയ്യാനുള്ള പ്രഷർ കൂടുതലാണോ? അതൊക്കെ ഇങ്ങനെ എഴുതപ്പെട്ട് വെച്ചിരിക്കുകയാണ്. അതൊന്നും മാറ്റൽ നടക്കില്ല. എത്ര നമ്മൾ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും മാറിയിട്ടില്ല. അശ്വതി യെസ്, മോഡലാണ്, ആക്ടറാണല്ലേ? അതെ. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് കറുത്തതാണ് പക്ഷെ സുന്ദരിയാണ്. എന്തിനാണ് സൗന്ദര്യത്തിന് അങ്ങനെ പറയുന്നത് പക്ഷേ ഉപയോഗിക്കുന്നത്? അത് ഒരു വലിയ തെറ്റാണ് സൊസൈറ്റി ചെയ്യുന്നത്. ഈക്വലിയാണ് എല്ലാവരെയും കാണുന്നത് എന്ന് പറയുന്നവർ പോലും കറുപ്പ എന്തായാലും അഴകായിരിക്കുക എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ മുമ്പ് ഇങ്ങനെ റീൽസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് കുറച്ചും കൂടി ഭംഗി എന്ന് പറയുന്നത്, അപ്പം മറ്റൊരു നിറത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഭംഗിയായിട്ട് കാണുന്നത് സൊസൈറ്റി എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? സോ ദ സൊസൈറ്റി ലുക്സ് അറ്റ് കളർ ഇൻ എ ഡിഫറെന്റ് വേ. സോ അതാണ് അങ്ങനെ പറയാൻ കാരണം എന്നാണ്. അതൊരു വലിയ തെറ്റാണ് സൊസൈറ്റി ചെയ്യുന്നത്. അപ്പോഴും കേരളത്തിൽ ഈ ഫെയർനെസ് തന്നെയാണ് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോഴും കാണുന്നത് ഒരു എക്സ്പീരിയൻസിൽ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഡൽഹി ബോൺ ആൻഡ് ബ്രോട്ടപ്പാ. അപ്പോൾ നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിൽ ഡാർക്ക് സ്കിൻ ഉള്ളവർ വളരെ കുറവാണ്. ഡാർക്ക് സ്കിൻ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ നോക്കി കാണുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും, ഇൻക്ലൂഡിങ് മൈ സൗത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ്, എല്ലാവരും ഫെയർ സ്കിൻഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ലെഫ്റ്റ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പല സാഹചര്യത്തിൽ കുറേ ഇൻസെക്യൂരിറ്റീസ് വളർന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ പൊതുവേ നമ്മൾ ഇപ്പോൾ സൗത്തിൽ ഞാൻ എപ്പോൾ വന്നാലും കാണുന്നത് എൻ്റെ നിറത്തിലുള്ള കുറേ അധികം മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റും. നോർത്തിൽ അത് കാണാൻ പറ്റില്ല. പക്ഷേ സൗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളെ നോക്കി കാണുന്നത്, അപ്പോൾ എല്ലാവരും എന്താ പറയുക, സ്വന്തമായിട്ടുള്ള ഒരു സ്കിൻ ടോണിലുള്ള ആളെ കാണുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് നോർത്തിൽ യെസ്, ഡെഫിനറ്റ്ലി ഐ ഹാവ് സീൻ ദാറ്റ്. മാറ്റി നിർത്തപ്പെട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്കൂൾ ടൈം മുതലേ ഇപ്പോൾ അത് നോർത്തിൽ മാത്രമല്ല, പല എനിക്കറിയുന്ന ആൾക്കാരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിൽ നമ്മൾ ഡാൻസിന്, ഞാനൊരു ഡാൻസറും കൂടിയാണ്, നല്ലോണം ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിലും വെളുത്ത കുട്ടീനെ നടുക്ക് നിർത്തും, വെളുത്ത കുട്ടീനെ മുന്നിൽ നിർത്തും. എത്ര ടാലന്റ് ഉണ്ടെങ്കിലും കറുത്ത ആള് പുറകിൽ നിൽക്കും. അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം വന്നു കഴിഞ്ഞാൽ ഒരു പൂച്ചെണ്ട് കൊടുക്കാനായിട്ട് ഒരു കുട്ടീനെ വിളിച്ചാല് വെളുത്ത കുട്ടിക്ക് പ്രിഫറൻസ് കൊടുക്കും. ശരിയാ. അപ്പോ അതൊക്കെ ഞാൻ മാത്രല്ല, നോർത്തിലെന്നല്ല സൗത്തിലെന്നല്ല, സൊസൈറ്റി പൊതുവെ കളറിനെ കാണുന്നത് അങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാക്കണേ. കാരണം പലപ്പോഴും നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുന്നത് പോലും ദ്രോഹിച്ചുകൊണ്ടൊരു കോംപ്ലിമെന്റ് ഉണ്ട്. ഇപ്പം ഇരുണ്ട നിറമുള്ളവരെ നമ്മൾ കോംപ്ലിമെന്റ് ആണെന്ന് വിചാരിക്കും. അതെ, പക്ഷെ ഒരു തരത്തിൽ അതൊരു ഇൻസൾട്ട് ആണ്. ജെനറ്റിക്സ് ആണല്ലോ നമ്മുടെ സ്കിൻ ടോണിനെ ബാധിക്കുന്നത്. അപ്പോൾ പല സാഹചര്യത്തിൽ ഞാൻ ചിലപ്പം ഡൽഹിയിൽ നിൽക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ക്ലൈമറ്റിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടോണിന് ചേഞ്ചസ് വരാം. ഇവിടെ വരുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ വന്നപ്പോൾ അയ്യോ പണ്ട് കുറച്ചും കൂടി വെളുത്തിട്ടായിരുന്നു, ഇപ്പൊ കറുത്തു പോയല്ലോ. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ പറയുന്നത് ഇപ്പൊ പഴയതിനേക്കാളും കുറച്ചും കൂടി സുന്ദരിയായിരുന്നു എന്നുവെച്ചാൽ ബേസിക്കലി നിറം വെക്കുന്നതാണ് സൗന്ദര്യത്തിന്റെ എല്ലാം എന്ന് കാണുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ തിരിച്ചു പറയും, പിന്നെ ഞാൻ നിർത്തും. അങ്ങനെ കളറിന്റെ പ്രെജുഡിസ് ഭയങ്കര നോർമലൈസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈക്ക് കാരണം അത് കളിയാക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരാളെ അങ്ങനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ തമാശയിൽ പൊതിഞ്ഞൊരു കളിയാക്കലുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്നുണ്ടോ? നോർമലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഈ പൊതുവേ സിനിമകളിൽ ഈ സ്കിൻ ടോൺ ഭയങ്കര ലൈറ്റാക്കി കാണിക്കുക അല്ലെങ്കിൽ ഡാർക്കാക്കി കാണിക്കുക, എത്ര നല്ല സിനിമയാണെങ്കിലും ആ സിനിമ കാണാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എത്ര നല്ല നടന്മാരുടെ സിനിമയാണെങ്കിലും അവരെ എടുത്തിട്ട് ഡാർക്ക് സ്കിൻ ആക്കി കാണിക്കുന്ന സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നുന്നു. പണ്ടത്തെ ഒരു ഹിറ്റ് പടം ഉണ്ടായിരുന്നു ഇതേപോലെ, ആദ്യം നായിക ഭയങ്കര വികൃതമായിട്ടായിരിക്കും, കറുത്ത നിറമായിരിക്കും, പിന്നെ പുഴയിൽ കുളിച്ചിറങ്ങി വരുമ്പോൾ വെളുത്തിരിക്കും. അതാണ് ബ്യൂട്ടിയുടെ ഒരു കൺസെപ്റ്റ് ആയിട്ട് കണ്ടുവരുന്നത്. പക്ഷെ ഒരു കാലയളവ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു ആ സിനിമ. അതെ, പക്ഷെ കാലഘട്ടം മാറിയപ്പോഴും ഇപ്പോഴും നമ്മൾ കാണുന്നത്, എനിക്ക് സിനിമകളുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹമില്ല, പക്ഷെ നമ്മൾ അറിയുന്ന
നല്ല നല്ല നടന്മാർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫേഴ്സ് ചെയ്യുന്നത് എന്താണ്, ഇപ്പോഴും ഒരു വെളുത്ത ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ കൊണ്ടുവന്നിട്ട് കറുപ്പിച്ച് കാണിക്കുന്ന സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. ഇത്ര പുരോഗമന ചിന്താഗതിയുള്ള ഒരു സിനിമാ മേഖലയായി മാറി, എസ്പെഷ്യലി മലയാളം ഇൻഡസ്ട്രി ഓർ തമിഴ് ഓർ ബീറ്റ് എനി ഇൻഡസ്ട്രി ഫോർ ദാറ്റ് മാറ്റർ. അവർ കാണിക്കുന്നത് കാണുമ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ പറയണേ, ഞാൻ എൻ്റെ സ്കിൻ ടോണിൽ വളരെ കോൺഫിഡൻ്റ് ആയതുകൊണ്ടും നൗ ഐ ലുക്ക് അറ്റ് മൈ സ്കിൻ ടോൺ ആസ് മൈ ഐഡന്റിറ്റി. സോ I try not to watch those kind of movies. ഈ കേരളത്തിൽ വന്നപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നോ? ഈ ടോൺ, ഈ സ്കിൻ ടോണിന്റെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു? സ്കിൻ ടോണിന്റെ കമ്പാരിസൺ എപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണല്ലോ. എന്ന് വെച്ചാൽ വീട്ടുകാരെക്കാളും കറുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് ജനിച്ച പാടെ നോക്കുമ്പോൾ ഉള്ള ഫോട്ടോസ് കണ്ടാൽ അന്ന് കുറച്ചും കൂടി നിറണ്ടായിരുന്നു, ഇപ്പം എന്താണോ വാടി വരുന്നു, ഡൽഹിയിൽ ഭയങ്കര വെയിൽ കൊള്ളുകയാണോ, എന്താണ് സൺസ്ക്രീൻ ഇടാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇത് ജെനറ്റിക്സ് ആണെന്നുള്ളതൊന്നും മനസ്സിലാക്കാൻ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ചോദ്യം കൊണ്ടുവരുന്നത്. അല്ലാതെ സാധാരണ മറ്റേ പടത്ത് പണിക്ക് പോണ ചേച്ചി അയ്യോ മോളെ കറുത്തുപോയി എന്ന് പറയുന്നത് പോലെ അല്ല. അപ്പം ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ദേ തിങ്ക്, how much ever education you get, that doesn't matter. It is about accept people as they are. ഇപ്പൊ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കാം, വെയിലത്ത് പോലെ കറുത്തു എപ്പോഴും കേൾക്കുന്ന എന്തുകൊണ്ടാണ് ഈ പേരൻസ് ഇങ്ങനെ? അത് നല്ല വെളുത്ത കുട്ടികളോടും പറയും. എന്നുവെച്ചാൽ നല്ല ചുമന്നിരിക്കുന്ന കുട്ടികളായിരിക്കുമ്പോ അവരോട് പൊതുവേ അങ്ങോട്ട് പറയും, അയ്യോ വെയിലത്ത് പോവല്ലേ നീ, കറുത്തു പോവാണ്ടിരിക്കാൻ. എന്നുവെച്ചാൽ കറക്കുന്നത് ഒരു ഭയങ്കര അത് ചിന്തിക്കാനേ പറ്റില്ല. ആ വെളുത്തിരിക്കുന്ന ആള് കറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. കറുത്തിരിക്കുന്ന ആൾ ഇനിയും കൂടുതൽ കറക്കാതിരിക്കണം. ബേസിക്കലി എന്താണ് വിചാരിക്കണത്, വലുതായി വരുമ്പോഴത്തേക്കും ആരെങ്കിലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യോ, കല്യാണം കഴിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ എന്താ വെച്ചാൽ ആലോചനയൊക്കെ വരുമ്പോഴത്തേക്കും അവർ ഇതൊരു എന്താ വെച്ചാൽ നല്ല നിറമുണ്ടോ, നല്ല മുടിയുണ്ടോ, നല്ല പല്ലാണോ, ഇതൊക്കെയാണ് നോക്കുന്നതെന്ന്. സൊസൈറ്റി എത്ര മാറി വന്നാലും ലുക്സ് ഒക്കെ എപ്പോഴും ആൾക്കാർ ഭയങ്കര ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നല്ല പറയുന്നത്. ദ വേ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ദ വേ യു പ്രസന്റ് യുവർ സെൽഫ്, ദ വേ യു ഡു യുവർ മേക്കപ്പ്, ദ വേ യു ഡ്രസ്, എവറിത്തിങ് അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു നീഡ് ടു ചേഞ്ച് യുവർ സ്കിൻ ടോൺ. ദർ ആർ സോ മെനി പീപ്പിൾ, ഓക്കെ ഇഫ് യു ഹാവ് മണി യു ക്യാൻ ഡു എനിത്തിങ്. ഓക്കെ നിങ്ങൾക്ക് മുഖത്ത് എന്താ പറയാ ഇങ്ങനെ സർജറിയോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെ ഓപ്ഷൻ അത് മാറ്റാം. അത് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. നമ്മള് ഒരു റിയൽ സൊസൈറ്റിയിൽ നോക്കുമ്പോഴത്തേക്കും ഹൗ മച്ച് എവർ ടാലന്റ് യു ഹാവ് ഗോട്ട് ഓർ വാട്ട് എവർ യു ഡു, പീപ്പിൾ ഡെഫിനറ്റ്ലി മേക്ക് എ കോമെന്റ് ഓൺ യുവർ സ്കിൻ. ലൈക്ക് അതാ വെയിലത്ത് പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി വെളുക്കാൻ കുറച്ച് ഈ ഫേസ് പാക്ക് ഇട്ടാൽ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഇത് കുറച്ചും കൂടി തേച്ചാൽ കുറച്ചും കൂടി കളർ, അതൊക്കെ ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്, പണ്ടും കേട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഈ കടലമാവ് അരിപ്പൊടി അതൊക്കെ തേച്ചാൽ കുറച്ചും കൂടി നല്ല, ഇറ്റ് വിൽ മേക്ക് യുവർ സ്കിൻ ലുക്ക് ബ്യൂട്ടിഫുൾ, നോട്ട് കളർ. എപ്പോഴെങ്കിലും ക്യാമറയുടെ മുമ്പിൽ സ്കിൻ ടോൺ മാറ്റണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? കാരണം മോഡലിംഗ് ചെയ്യുന്ന ആളാണ്, ആക്ടറാണ്, ഡാൻസറാണ്. എനിക്ക് ഇതുവരെ പേഴ്സണലി ഉണ്ടായിട്ടില്ല. ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു ഞാൻ. ഒരു രീതിയിലും ക്യാമറയോ ഒരു സെൽഫിയോ ഒന്നും എടുക്കാനായിട്ട്, എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഡാൻസിങ് ഉണ്ടെങ്കിലും സ്റ്റേജിൽ കയറാൻ പറ്റും. സ്റ്റേജ് മേക്കപ്പ് എന്ന് പറയുന്നത് വൈറ്റിഷ് ആക്കി വെക്കുന്ന ഒരു മേക്കപ്പാണ്. സോ അതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് കണ്ടു. അപ്പം എന്റെ റിയൽ അന്ന് സ്കൂൾ ടൈമിലെ കാര്യം പറയുകയാണ്, നമ്മൾ വെളുത്തിരിക്കണം. ഡാൻസ് മേക്കപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മേക്കപ്പ് ആയി അങ്ങനെ അങ്ങ് മാറിപ്പോയി. അപ്പോൾ അതിൽ ഐ യൂസ് ടു ഫീൽ വെരി ഓക്കെ, ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഒരു ഗ്യാപ്പിൽ ആ ഒരു സ്പെസിഫിക് ടൈം വെൻ ഐ എം ഗോണ പെർഫോം ഞാൻ വെളുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ മാത്രം കോൺഫിഡൻസ് കണ്ടു. അതല്ലാണ്ട് എനിക്കൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനോ അല്ലെങ്കിൽ സെൽഫി എടുക്കാനോ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു കോളേജ് ലൈഫിലേക്ക് കയറി കഴിഞ്ഞ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പം ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് സീയിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ടോപ്പ് നോർത്ത് ടു സൗത്ത് എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള കുട്ടികൾ വന്ന് പഠിക്കുമ്പോഴത്തേക്കും വെൻ ഐ ലുക്ക് അറ്റ് ദെം ഐ എം ലൈക്ക് ഓക്കെ സൗത്ത് ഇന്ത്യൻസ് ആർ ഓൾസോ കമ്മിങ്, തമിഴ് കുട്ടികളുണ്ട് അല്ലെങ്കിൽ മലയാളികളുണ്ട്, എല്ലാവരും വരുമ്പോഴത്തേക്കും ഓക്കെ ഒരു കൾച്ചറൽ ഡിഫറൻസസ് മനസ്സിലാക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. ഡാൻസ് ഹാസ് ബീൻ എ വെരി എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ദാറ്റ് ഐ ലേൺ ടൈം സോ ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കോളേജ് ലൈഫിൽ വന്നതിന് ശേഷമാണ് ദർ വാസ് വൺ ഫ്രണ്ട് ഓഫ് മൈൻ ഹു സെഡ് ഫോട്ടോഗ്രാഫി, ഇങ്ങനെ ഫോണിലൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു യു വെരി ഫോട്ടോജെനിക്. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോട്ടോജെനിക്, വാട്ട് ഇസ് ദാറ്റ് വേർഡ്, വാട്ട് ഡസ് ദാറ്റ് വേർഡ് മീൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു എന്നുവെച്ചാൽ ക്യാമറ നിന്റെ മുഖത്തിന് മുന്നിൽ പ്ലേസ് ചെയ്യുമ്പോൾ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ഗുഡ് ഫീച്ചേഴ്സ് ഉണ്ട്, നീ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം, നന്നായിരിക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് ആ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ
ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബി ഹിയർ. ഈ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവില്ലെന്ന് അല്ലേ? അന്ന് എന്ന് വെച്ചാൽ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ എന്തോ കണ്ടിട്ടാണ്, അല്ലാതെ റാൻഡം ഒരു സ്ട്രേഞ്ചർ അല്ല എന്നോട് പറഞ്ഞത്. അന്ന് അത് പറഞ്ഞു. ഹി ടുക്ക് ലൈക്ക് ഫ്യൂ പിക്ചേഴ്സ് ആൻഡ് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ടു. ആൻഡ് ദെൻ സഡൻലി ഏതൊക്കെയോ എനിക്കറിയാത്ത സ്ട്രേഞ്ചേഴ്സ് വന്ന് കമന്റ് ഇടും, ഓ സോ ബ്യൂട്ടിഫുൾ, നല്ല കണ്ണ്, വാട്ട് ലൈക്ക് വെരി ഗുഡ് ഫീച്ചേഴ്സ്. ആൻഡ് ഐ എം ലൈക്ക് ഇത്രയും കാലം എൻ്റെ ചുറ്റും ഉള്ള ആൾക്കാർ ആരും പറയാത്ത കാര്യങ്ങളാണ് എന്നോട് സ്ട്രേഞ്ചേഴ്സ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഓക്കെ ഇന്റർനാഷണൽ മോഡൽസ്, ബ്രാൻഡ്സ്, ഇന്റർനാഷണൽ മോഡൽസ് എന്നൊക്കെ പറയുന്നത് ദർ ആർ ലൈക്ക് ഭയങ്കര ഡാർക്ക് സ്കിന്നുള്ള ബ്യൂട്ടിഫുൾ ലേഡീസ് ഡു മോഡലിംഗ്. ആൻഡ് ഐ വാസ് ലൈക്ക് this is how it is. നൈസ്. ഇപ്പം സിനിമയുടെ കാര്യം പറയുമ്പോൾ ഒരു പാരലൽ സിനിമ എന്ന് നമ്മൾ ടാഗ് ചെയ്യുന്ന സാധനങ്ങൾ മാറ്റി നിർത്തിയാൽ ഇപ്പോഴും സിനിമ ഇൻ ജനറൽ ഒരു നായികയെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു സങ്കല്പമുണ്ട്, ഇങ്ങനെയൊക്കെ ഇരിക്കണം, ഫെയർ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ആ ഒരു തോട്ട് മാറാത്തത്? എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അതെ, എന്നെ ഇതുവരെ പ്ലേസ് ചെയ്തിരിക്കുന്നതെല്ലാം എൻ്റെതായ ഒരു കുറച്ച് നാടനാണെങ്കിലും മോഡേൺ ആണെങ്കിലും കാണിച്ചിട്ടുള്ള എല്ലാത്തിലും എൻ്റെ സ്കിൻ ടോൺ മാറ്റി എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സ്കിൻ ടോണിൽ വളരെ എന്താ പറയുക ജെന്യുവിൻ ആയിട്ട് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സേ എന്നെ തേടി വന്നിട്ടുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ബീൻ റിജക്റ്റഡ് വിത്ത് ഫെയർ സ്കിൻ ലേഡീസ്. And it is not about the talent but about the skin tone. So evident ആയിരുന്നോ? I mean no I was almost got to be a part of a movie and I was rejected. And when I saw who got the part, I have seen like 2-3 തവണ ഞാൻ കണ്ടിട്ടുണ്ട് that എന്നെക്കാളും വളരെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ശരിക്കും എന്നിട്ട് പിന്നെ ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ആരും എന്നോട് പറയണ്ട, പക്ഷെ when I look at it I take it that way that okay skin tone was a matter there. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ സ്കിൻ ടോൺ ഉള്ള വ്യക്തികൾ പെർഫോം ചെയ്യാനുള്ള പ്രഷർ കൂടുതലാണോ, പ്രൂവ് ചെയ്യാനുള്ള പ്രഷർ കൂടുതലാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ പൊതുവേ ഇപ്പോൾ ഡാർക്ക് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. ലൈക്ക് ഇന്ന സ്പെസിഫിക് റോൾസിലേക്ക് മാത്രമാണ് അവർ ചിലപ്പോൾ ഓഡിഷന് പോലും വിളിക്കുന്നത്. സോ നമുക്ക് മോറോവർ എനിക്കെന്ന് പറഞ്ഞാൽ അത് വേറെ ടാഗ്. അവർക്ക് എന്താണെന്നറിയോ, ഇപ്പൊ ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ സ്പെസിഫിക് കുറച്ച് റോൾസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരിക്കലും ഫെയർ സ്കിന്നുള്ള ആൾക്ക് ചാൻസ് കിട്ടില്ല. ഫെയർ സ്കിൻ ആണെങ്കിലും ഡാർക്ക് സ്കിൻ ആണെങ്കിലും until you make it there everybody is looking for opportunities. So ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ടൈപ്പ് കാസ്റ്റഡ് റോൾസിലേക്കും ചാൻസ് കിട്ടില്ല. ഡാർക്ക് സ്കിന്നിലുള്ള ആൾക്കാർക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സാധാരണ ഒരു നെയ്ബർഹുഡ് ഒരു പെൺകുട്ടി ലൈക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ വൈബ് കിട്ടുന്ന അതിലൊരിക്കലും എന്നെ പ്ലേസ് ചെയ്യില്ല. ബിക്കോസ് അതൊരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമാണ്. എന്നോട് എന്നെ അറിയുന്ന ആൾക്കാർ തന്നെ പറയും, അയ്യോ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ഇതിന് ഓഡിഷൻ നീ ഒന്ന് സംസാരിച്ച് നോക്ക്, ഓഡിഷൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച്. അപ്പം വേറെ ഒരാളോട് സംസാരിക്കുമ്പോഴേക്കും പറയുന്നത് അതിൽ നിനക്ക് പറ്റിയതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം അവരൊരു ഗേൾ നെക്സ്റ്റ് ഡോർ വൈബ് നോക്കുകയാണെന്ന്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ദാറ്റ് മീൻസ് ഐ ആം നോട്ട് എ ഫിറ്റ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ റോൾ. അതൊക്കെ ഇങ്ങനെ എഴുതപ്പെട്ട് വെച്ചിരിക്കുകയാണ്. അതൊന്നും മാറ്റല് നടക്കില്ല. എത്ര നമ്മൾ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും മാറിയിട്ടില്ല. ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കുള്ളത് ഒന്നുകൂടെ ഇത് ചെയ്യുക, അല്ലെ ഒന്നുകൂടെ ഒന്ന് അപ്പ് ചെയ്യുക എന്നുള്ളത്. ബേസിക്കലി ഇതൊരു ക്യാമറമാൻ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ബേസിക്കലി മേക്കപ്പ് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ട ഇപ്പം മലയാളത്തിലൊരു പ്രമുഖ ആങ്കർ, ഞാൻ പേര് അറിയില്ല, ബട്ട് ഷീസ് എന്താണെന്നറിയില്ല, അവർ കയ്യിലും ഫുൾ മേക്കപ്പ് ഇടും, മുഖത്ത് ഭയങ്കര ഹെവി മേക്കപ്പ് ഇടും. ഷൂട്ട് ചെയ്യുമ്പോഴല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലാത്തപ്പോഴും. ഇതൊരു ഇൻസെക്യൂരിറ്റി ആണോ? മേക്കപ്പ് രണ്ട് രീതിയിൽ ചെയ്യുന്നവരുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ക്ലിയർലി ഡു ഇറ്റ്. ലൈക്ക് ഇപ്പം എൻ്റെ മേക്കപ്പ് സ്കിൽസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കുറച്ചും കൂടി ലൈറ്റർ ഫൗണ്ടേഷൻ ഇട്ട് വെളുപ്പിക്കാം എന്ന് നോക്കുന്നൊരു ഇതുണ്ട്. അത് തികച്ചും ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമാണ്. പക്ഷേ ഇത് എനിക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇൻസെക്യൂർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കയ്യിലും ഇടുന്നു മുഖത്തും ഇടുന്നു എന്ന് പറയുന്നത് അവരുടെ ഐഡന്റിറ്റി അവർ മറച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു ഐഡന്റിറ്റി പ്രസന്റ് ചെയ്യാണ്. ലൈക്ക് ദിസ് ഇസ് ഹൗ ഐ വാണ്ട് ടു ബി പ്രസന്റഡ്, അല്ലെങ്കിൽ എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നൊരു തോന്നലുണ്ട്. ഉള്ളത് കൊണ്ടായിരിക്കാം, വി നെവർ നോ. ബട്ട് ആസ് വി സേ നമ്മുടെ ഐഡന്റിറ്റി കാണിക്കാൻ നമ്മൾ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ദ വേ വി ഡ്രസ് അപ്പ് അല്ലെങ്കിൽ ദ വേ വി ഡു അവർ മേക്കപ്പ്, അതിൽ നമ്മൾ ഒന്നും മേക്കപ്പ് ചെയ്ത് മറക്കേണ്ട ആവശ്യമില്ല, ലൈറ്റർ ആക്കേണ്ട ആവശ്യമില്ല. ദ മോർ യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി ഇൻ ദ വേ യു ലുക്ക് ഈവൻ വിതൗട്ട് മേക്കപ്പ്, ദാറ്റ്സ് ദ ബെസ്റ്റ് വേ you can be you. There is no need to be accepted
because this skin tone makes me. കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്കിൻ കമന്റുകൾ കുട്ടിക്കാലത്ത് എത്രമാത്രം ഒരു ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിട്ട് ഇരുന്നിട്ടില്ലാന്ന് തോന്നുന്നു. എന്നെ മുറിവേൽപ്പിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്റെ മനസ്സിൽ. ഡെഫിനറ്റ്ലി ലൈക്ക് അതാ വീട്ടുകാരെക്കാളും കളറില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ എന്നുവെച്ചാൽ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ കണ്ട പരസ്യത്തിലൊക്കെ കാണുന്ന ഈ മറ്റേ ഫെയർനെസ് ക്രീമും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തേക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം അത് ചെയ്യാം, ഇത് തേച്ചാൽ വെളുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങി തേച്ചിട്ടുണ്ട്. അപ്പോ അത് ആരൊക്കെയോ അല്ലെങ്കിൽ സ്വന്തം റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് എങ്ങനെയും വെളുക്കണം, ഒരു ഇരുനിറമെങ്കിലും എത്തണം എന്നുള്ളൊരു തോന്നൽ, പെട്ടെന്ന് നമ്മൾ കൊട പിടിച്ച് നടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ചും കൂടി ഫെയർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. സോ മുറിവേൽപ്പിച്ച സാധനങ്ങളുണ്ട്. ഒരു പോയിന്റ് കഴിഞ്ഞ് ഞാൻ തനിയെ ഈ ആൾക്കാർ എന്നോട് ഞാൻ ഫോട്ടോജനിക് ആണ്, എൻ്റെ ഫീച്ചേഴ്സ് നല്ലതാണെന്ന് പറയാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഐ ഫോർഗോട്ട്. ഇപ്പോഴും ഇന്നും when I look at my Instagram, there are so many people who are saying, oh, so beautiful, but there are also people who will come and comment very bad words. What can we do? ഒരു സെൽഫ് കോൺഫിഡൻസ് ബ്രേക്കർ ആണോ അല്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ ഓവർകം ചെയ്തോ? ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ എഡിറ്റഡ് ഫോട്ടോസ് ഇടുന്ന ഒരാളല്ല. കംപ്ലീറ്റ്ലി റോ റിയൽ വാട്ട് എവർ ഐ ആം അത് തന്നെ ഷോക്കേസ് ചെയ്യാനായിട്ട് മാത്രമാണ് നോക്കുന്നത്. ആൻഡ് മോർ ഓവർ ഇപ്പൊ എനിക്കൊരു ഓഡിയൻസ് ഉണ്ട് ഓൺ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ആ ഓഡിയൻസിന് കാണാൻ ആഗ്രഹവും അതാണെന്നുള്ളത് എനിക്കറിയാം. ദാറ്റ് ഈസ് മീ, ദാറ്റ് മേക്സ് മീ. പലരും ഫിൽറ്റേഴ്സ് ഇല്ലാണ്ട് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇപ്പം ആണുങ്ങൾ ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. പക്ഷെ ഞാൻ കണ്ട ഭൂരിഭാഗം സ്ത്രീകളും ഫിൽറ്റർ ഇടാതെ ഫോട്ടോ എടുക്കാൻ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല. ഇപ്പൊ നമ്മളെ ഒരു സുഹൃത്ത് ഫോട്ടോ എടുക്കാൻ ഏൽപ്പിച്ചാൽ നമ്മളൊരു ക്ലിക്ക് എടുത്ത് കൊടുത്താലും മതിയാവില്ല, ഒരു 50 ഫോട്ടോ എടുത്താലും മതിയില്ല, ശരിയായില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട്? അങ്ങനെ തോട്ട് അത് തന്നെയാണ്. ഇപ്പൊ മേക്കപ്പ് ഇട്ട്, ഇപ്പൊ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ മേക്കപ്പ് ഇട്ട് കുറച്ചും കൂടി ലൈറ്റർ ആക്കാൻ ശ്രമിക്കുന്നു, നമ്മളൊരു മുഖംമൂടി അണിയാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു വേറെ വേർഷൻ ആണ് ഇത്. നമ്മൾ ഫിൽറ്റർ ഇട്ടാലേ ബ്യൂട്ടിഫുൾ ആകുന്നു എന്ന് പറയുന്നത്. അത് എല്ലാവരും ഭയങ്കര അണ്ടർ കോൺഫിഡന്റ് ആയിട്ട് മാത്രമല്ല, അത് പൊതുവെ ഇപ്പൊ ഞാൻ നല്ല ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ കൊണ്ട് ചെയ്യുന്നവരും ഉണ്ട്. ലൈക്ക് ഐ ഷുഡ് ലുക്ക് ബെറ്റർ ദാൻ the other person, whatever she posted, അതിനേക്കാളും ഗുഡ് ആയിട്ടിരിക്കണം. മോർ കോൺഫിഡൻറ്റ് യു ആർ ഇൻ യുവർ സെൽഫ്, ഇറ്റ് വിൽ ഷോ. അത് എത്ര ഫിൽറ്റേഴ്സ് ഇട്ട് മറച്ചാലും വാട്ട് യു ആർ എന്ന് പറയുന്ന സാധനം മാറാൻ പോകുന്നില്ല. അല്ല, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ കൂടുതൽ ഉണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി ആയിരിക്കും കോൺഫിഡൻസിനെക്കാളും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ റോ റിയൽ പിക്ചേഴ്സ് ഇടുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് എന്റെ ഓഡിയൻസ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് ക്ലിയർലി അറിയാം. നോട്ട് ടു ലുക്ക് അറ്റ് എനി അതർ ആസ്പെക്ട് ഓഫ് മീ. ലൈക്ക് മോർ ഓവർ എന്റെ ഇൻസ്റ്റഗ്രാമിലുള്ള കൂടുതലും ആൾക്കാർ ഏറ്റവും അധികം എനിക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ലൈക്ക് ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അധികം റീച്ച് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വിതൗട്ട് മേക്കപ്പ് പിക്ചേഴ്സ് എന്ന് പറയുന്ന സാധനമാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന കമൻസും അല്ലാതെ ഞാൻ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള മേക്കപ്പ് ഷൂട്ട്സ് ഞാൻ ചെയ്യുന്നതും ഇടുമ്പോഴത്തേക്കും ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, നിങ്ങൾ മേക്കപ്പ് ഇല്ലാണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സാധനം. ഫിൽറ്റർ ഇട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോലെ അല്ലല്ലോ. ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും വി കനോട്ട് പുട്ട് എനിത്തിങ്, ദർ ഇസ് നോ ഫിൽറ്റർ, ഇറ്റ് ഈസ് ഓൺലി മേക്കപ്പ് ദാറ്റ് യു ക്യാൻ പുട്ട്. ഒരു പരിധി വരെ പാരന്റ്സ് ഈ ടോണിന്റെ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ടോ? ഈ കളർ ടോണിന്റെ പാരന്റ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഇങ്ങനെയെന്ന് പറഞ്ഞു പോക്ക് ചെയ്ത് പറഞ്ഞു എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു ഡാർക്ക് സ്കിന്നുള്ള പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാർക്ക് ആയിട്ടുള്ള കളറിലുള്ള ഡ്രസ്സ് വാങ്ങിത്തരില്ല. എനിക്ക് പൊതുവേ വാങ്ങിത്തരുന്നത് ഓഫ് വൈറ്റ് ഓർ ലൈറ്റ് ഷെയ്ഡ്സ്, ലൈറ്റ് പിങ്ക്, light blue, sky blue, which are all light colors. So അതിട്ടാലേ നിനക്ക് ഭംഗി ഉണ്ടാവൂ. അല്ലെങ്കിൽ ഡാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബ്ലാക്ക് ഓർ റോയൽ ബ്ലൂ, ലൈക്ക് നോ നോട്ട് ദാറ്റ്. എനിക്ക് വൈറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ മോർ യു സീ മൈ പിക്ചേഴ്സ് മോർ യു വിൽ ഫൈൻഡ് വൈറ്റ്. സോ അങ്ങനെ ഡാർക്ക് കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഭംഗി കുറവാണെന്നാണ് അവർ പൊതുവേ ധരിക്കുന്നത്, ബിക്കോസ് നമ്മൾ ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കും അയ്യോ ഇപ്പൊ വെളുത്തിരുന്നാൽ എല്ലാ കളറും ഇടാം, കറുത്തിരുന്നാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ കയറിയേ? നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് അവർ വാങ്ങി തരുന്നതല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. സോ എനിക്ക് തോന്നുന്നു ഒരു 9ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ആ ലൈറ്റ് കളേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം there was a point where I got some money and I was supposed to buy something on my own.
ലൈക്ക് എന്തോ എനിക്ക് സ്കൂളിൽ എന്തോ ഒരു കാര്യത്തിന് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ പോയി എന്തോ വാങ്ങിക്കാൻ പറ്റി. ഒരു റോയൽ ബ്ലൂ കളറിലെ ഒരു കുർത്തി വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഐ വോർ ദാറ്റ്, ഐ വാസ് ലുക്കിംഗ് സോ ഗുഡ്. ഈ കളർ ചേരുവല്ലേ എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഐ വാസ് വണ്ടറിങ് എനിക്ക് എന്തുകൊണ്ട് ഈ കളർ എനിക്ക് ഒരിക്കലും വാങ്ങി തന്നില്ല. പിന്നീട് അങ്ങോട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് there is nothing related to your skin tone. നിങ്ങൾ ഈ കളർ ഇട്ടാൽ നിങ്ങൾ കുറച്ചും കൂടി ഇരുണ്ടിരിക്കും. ഇതൊക്കെ അവർ പോലും അറിയുന്നില്ല, അവരറിയാതെ ഫീഡ് ചെയ്തതാണ് തലയിൽ. അശ്വതി, are you in peace with your color? Yes, absolutely. I was a very insecure kid, but right now this is what makes me. I'm so happy with my skin tone. I'm so happy because this is what makes me me. ഒരിക്കലെങ്കിലും കുറച്ചുകൂടെ ഫെയർ ആയിരുന്നെങ്കിൽ ജീവിതം ഈസി ആയിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇൻസെക്യൂരിറ്റി മാറുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരുപാട് തവണ. ബിക്കോസ് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ നടക്കുമ്പോൾ എല്ലാവരും വളരെ ഫെയർ ആണ്, ഞാൻ മാത്രം ഡാർക്ക് സ്കിന്നാണ്. സോ ഒരു ടീനേജ് കാലഘട്ടത്തിൽ എല്ലാ ബോയ്സും നോക്കുന്നത് വെളുത്ത എൻ്റെ ഫ്രണ്ട്സിനെയാണ്. ഞാൻ നോക്കുമ്പോൾ എന്നെ ആരും നോക്കണില്ല. അപ്പം എനിക്ക് അവരുടെയൊക്കെ എന്ന് വെച്ചാൽ ഓക്കെ, ഇഫ് സംബഡി യുനോ ഒരു പയ്യൻ വന്ന് പറയാണ് ഇങ്ങനെ എനിക്ക് ഈ കുട്ടീനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവർ എന്നെ വിളിച്ചിട്ട് പറയും ആ കുട്ടിയോട് പറയാമോ. ബട്ട് നോബഡി എവർ ടോൾഡ് ദാറ്റ് ഓക്കെ ഈ കുട്ടി എന്ന് വെച്ചാൽ എന്നെ എന്താ പറയാ ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടും പറയില്ലായിരുന്നു. ഒരു ടീനേജ് കാലഘട്ടത്തിൽ ഞാൻ അത് ഗോ ത്രൂ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ലൈക്ക് അയ്യോ സി ബിക്കോസ് ഐ എം എ ഡാർക്ക് സ്കിൻഡ് ഗേൾ നോബഡി ഈസ് ലുക്കിംഗ് അറ്റ് മീ ബിക്കോസ് ഐ എം നോട്ട് ബ്യൂട്ടിഫുൾ. സോ അങ്ങനെ തോന്നിയ കാലത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ദിസ് ഇസ് വൺ എക്സാമ്പിൾ. സോ അതാ, നമ്മൾ എത്ര ടാലന്റഡ് ആണെങ്കിലും സ്റ്റേജിൽ പിന്നിൽ നിർത്തുക, അല്ലെങ്കിൽ പൂച്ചെണ്ട് കൊടുക്കാൻ പോകാൻ പറ്റില്ല. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയായിരിക്കും ഞാൻ, പക്ഷേ എനിക്ക് ആ ചാൻസ് തരില്ല. അപ്പം ഓരോന്ന് ബിൽഡപ്പായി ഐ വാസ് സോ ഇൻസെക്യൂർ, ബട്ട് ഐ ബ്രോക്കൻ ഓൾ ഓഫ് ഇറ്റ് ആൻഡ് നൗ ഐ എം ഹിയർ. സോ ഇപ്പൊ എനിക്ക് ആ അക്സെപ്റ്റൻസ് ഉണ്ട്. അത് ഞാനായിട്ട് ഇവിടെ വരെ എത്തിയതല്ലേ. സോ നൗ ദ സൊസൈറ്റി ഈസ് ചേഞ്ചിങ്. അറ്റ്ലീസ്റ്റ് യുനോ ഐ ഹോപ്പ് ദ സൊസൈറ്റി ചേഞ്ചസ് ആൻഡ് ലുക്സ് അറ്റ് ഫെയർ, ഡാർക്ക് ഓർ എനി കളർ equally. Yeah. Black is beautiful. Thank you. Thank you.